വെൽക്കം ടു മൈ ചാനൽ അൻസീസ് പാഷൻസ്. കുട്ടികൾക്ക് എപ്പോഴും അവരുടെ ലഞ്ച് ബോക്സിൽ അല്പം വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുപോകാനായിരിക്കും ഇഷ്ടം. എന്നാൽ നമ്മൾ അമ്മമാർക്ക് രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായിരിക്കണം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് പ്രഷർ കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പനീർ പുലാവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഒരു പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ചൂടായ ഓയിലിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് 2 കഷ്ണം കറുവാപ്പട്ട, 4 ഏലയ്ക്ക, 4 ഗ്രാമ്പു എന്നിവ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർക്കാം. സവാളയുടെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് ചതച്ചതും കൂടി ചേർക്കാം. ഇതിൻ്റെ റോ സ്മെല്ലെല്ലാം നന്നായി മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു പിടി മല്ലിയില ഇതിലേക്ക് ചേർത്ത് വഴറ്റാം. മല്ലിയില ഒത്തിരി സമയം വഴറ്റേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വീതം കുതിർത്ത ഗ്രീൻ പീസും ക്യാരറ്റും ബീൻസും കൂടെ ചേർക്കാം. വെജിറ്റബിൾസ് ചേർക്കുന്നത് ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് അരി ചേർക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം 15 മിനിറ്റ് കുതിർത്തെടുത്ത 2 കപ്പ് ബസ്മതി റൈസാണിത്. പുലാവിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ബസ്മതി റൈസ് എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളതും ഒട്ടും പശയില്ലാത്തതും ആയിരിക്കണം. എന്നാൽ മാത്രമേ പുലാവ് നന്നായി വരികയുള്ളൂ. ഇനി 1 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി പാകത്തിനുള്ള അളവിൽ ഉപ്പ് ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. 200 ഗ്രാം ഫ്രോസൺ പനീറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലായ ശേഷം 1 മിനിറ്റോളം നല്ല ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ച് ഡ്രെയിൻ ചെയ്തെടുത്തതാണിത്. പനീർ ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി റൈസിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഞാനിവിടെ 3 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ. ഇനി ഹൈ ഫ്ലെയിമിലാക്കിയ ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം ഉപ്പ് ചെക്ക് ചെയ്ത ശേഷം പോരാതെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി പ്രഷർ കുക്കർ മൂടി വെച്ച് വേവിക്കാം. 1 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറെല്ലാം റിലീസായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതാ ഇപ്പോൾ റൈസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലും കിട്ടിയിട്ടുണ്ട്. റൈസിൻ്റെ ചൂടൊരൽപ്പം ആറിയ ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പനീറിൽ കാൽസ്യവും പൊട്ടാസ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പനീർ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി പാലും തൈരും ഒക്കെ ഉപയോഗിക്കാത്തവർക്ക് അതിൻ്റെ ഡെഫിഷ്യൻസി ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. ഞാനിവിടെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ഫ്രൈഡ് ഓണിയനും കാഷ്യൂ നട്ട്സും ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായിരുന്നാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്